AI-യുടെ കാലത്ത് സാങ്കേതികവിദ്യ മനുഷ്യ കേന്ദ്രീകൃതമാകണമെന്ന് ADGP മനോജ് എബ്രഹാം കൊച്ചിയിൽ CIO അസോസിയേഷന്റെ കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച വാർഷിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. 25ഓളം ആഗോള ടെക്നോളജി കമ്പനികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. പുതിയ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ കമ്പനികൾ നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരവും നിർദ്ദേശിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CIO കേരള ചാപ്റ്റർ ഗോഡ്സ് ഓൺ CIO കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സൈബർ തട്ടിപ്പിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിൽ പിന്നോട്ട് പോക്കുണ്ട്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് ADGP മനോജ് എബ്രഹാം പറഞ്ഞു. Of course, AI, everybody talking of AI, the power of AI that is coming up. Every organization is embracing AI to a great extent. AI is being, I think, emphasized too much than what the emphasis needs to be. So it's very important that when we embrace AI, we look at the ethical aspects of that, we use it responsibly also. So in conferences like this, we need to deliberate on those aspects also. The ethical angle to use of AI, how it sits around. We have to use it responsibly. That's also very important. IT കമ്പനികൾക്ക് അവരുടെ സേവനങ്ങളെക്കുറിച്ച് അറിയിക്കാൻ കഴിയുന്ന മികച്ച പ്ലാറ്റ്ഫോമാണ് CIO കോൺക്ലേവ് എന്ന് സംഘടനയുടെ പ്രസിഡന്റ് ശ്രീകുമാർ ബാലചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ഈ GOCC എന്ന് പറഞ്ഞ ഗോഡ്സ് ഓൺ CIO കോൺക്ലേവ് എന്നുള്ളതാണ്. ഇത് എല്ലാ വർഷവും നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പല എൻറ്റിറ്റീസുമായിട്ട് ഇപ്പോൾ കേരള പോലീസ്, പിന്നെ ഓൾ മേജർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ മാതൃഭൂമി മാതിരി ഇവരായിട്ടെല്ലാം നമ്മൾ സഹകരിച്ചിട്ടും പിന്നെ ഈ IT കമ്പനീസ്, അപ്പോൾ അവരെ നിന്നാണ് നമ്മൾ സർവീസസ് എടുക്കുന്നത്. അപ്പോൾ ആ കമ്പനീസാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എല്ലാം ആ IT കമ്പനീസാണ്. അവർ വന്നിട്ട് അവരാണ് നമുക്ക് സർവീസസ് തരുന്നത്. അവർക്കും ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് വന്ന് നമുക്ക് അവരെ കാണിക്കാനായിട്ട് എന്തൊക്കെയാണ് ഇത് ഉള്ളതെന്നും എന്തൊക്കെയാണ് അവരുടെ ഓഫറിങ്സ് എന്നുള്ളതും നമുക്കെന്താ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതും കൂടി ചേർന്നിട്ട് അപ്പോൾ ഒരു കൂട്ടായ്മ പോലെ അതാണ് ഈ ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്നതിൻ്റെ ഒരു ഗുണം. കമ്പനികളിൽ ആഭ്യന്തരമായി നടക്കുന്ന ഹാക്കിംഗ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് IT കമ്പനികൾ വ്യക്തമാക്കുന്നു. ഇതിനകത്ത് ഇപ്പം കേരളത്തിലെ ടോപ്പ് നോർച്ച് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും സെക്യൂരിറ്റി അല്ലെങ്കിൽ IT ഡിസിഷൻ മേക്കേഴ്സ് ആണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷൻസ് ഷോക്കേസ് ചെയ്യാനും ദെൻ ഫോളോഡ് ബൈ അവരുടെ നെറ്റ്വർക്കിൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻസിൻ്റെ ആവശ്യകത എന്താണെന്ന് അവർക്കൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് വരുന്നുണ്ട്. ദെൻ ഇതൊരു ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 150 സ്ഥാപനങ്ങളിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർമാർ, 300-ലധികം മുതിർന്ന സാങ്കേതിക വിദഗ്ധർ എന്നിവരോടൊപ്പം 25ഓളം ആഗോള ടെക്നോളജി കമ്പനികളും കോൺക്ലേവിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.